ദുബൈ സംഘടിപ്പിക്കുന്നത് മനോഹരമായ ഒരു സദസ്സാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്നെ ക്ഷണിച്ചിരുന്നു, നേരത്തെ എത്താൻ പറ്റിയില്ല. കാരണം നമ്മുടെ കുടുംബത്തിലെ എൻ്റെ അളിയൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കണം. കാരണം KMCC CH സെൻ്ററിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി അടച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൊടുത്തത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രോഗികൾ ഇപ്പോൾ 50ഓളം രോഗികൾ നമ്മൾ കാസർഗോഡ് CH സെൻ്ററിൽ ഡയാലിസിസ് നടത്തി വരുന്നുണ്ട്. പക്ഷെ 100-120 പരം അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേറെ വകുപ്പില്ല, ഒരു വഴിയില്ല. അപ്പോൾ അവർ പടച്ചോനോട് ദുആരക്കുമ്പോൾ അവർ ദുആ പടച്ചോൻ കേട്ടതിൻ്റെ ഭാഗമായി നിങ്ങളിലൂടെ അവർക്ക് അല്ലാഹു തആല ഡയാലിസിസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡയാലിസിസ് മിഷൻ നിങ്ങൾ നൽകിയത് CH സെൻ്ററിനല്ല, അത് പടച്ചോനാണ്. അത് അവർ ദുആ അല്ലാഹു കേട്ടത് കൊണ്ടാണ് നിങ്ങളിലൂടെ അവർക്ക് ആ ഡയാലിസിസ് എത്തിച്ച് കൊടുക്കുന്നതിന് അതിൻ്റെ പ്രതിഫലം തീർച്ചയായും അല്ലാഹു നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ളത് CH സെൻ്ററിൽ ഒരു ചുരുങ്ങിയ സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. CH സെൻ്ററിലുള്ള മിഷനിൽ 3-4 മിഷനൊക്കെ ഞങ്ങൾ തന്നെ കൊടുത്തത്, ഞങ്ങൾ തന്നെ CH സെൻ്ററിൻ്റെ ഭാരവാഹികൾ കൊടുത്തതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഓരോ മിഷൻ തരുന്നതെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടിയുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ അതിന് സത്യത്തിൽ കാണുന്നത്. അതിന് ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നിങ്ങൾ ഇനിയും CH സെൻ്ററിനെ സഹായിക്കുന്നതിലൂടെ നിങ്ങളെ തന്നെയാണ് പഠിച്ചോ ആക്രമത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കൂട്ടർ രംഗത്തിലോട്ട് പോകും. ഒരു കൂടിയായി 3 മിഷനും ഞങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും നിങ്ങളുടെ സഹായവും സഹകരണവും. കാരണം ഈ പേഷ്യൻറ്റിന് ചിലപ്പോൾ തികച്ചും സൗജന്യമായിട്ടാണ് അവർക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് പറയാൻ പറ്റും, കാരണം നമ്മൾ കയ്യിൽ നിന്ന് CH സെൻ്റർ പൈസ മുടക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് ഇനിയും അത് ജില്ലൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെയുള്ള ഫാർമസികൾ വികസിപ്പിച്ചെടുക്കാനാണ് CH സെൻ്ററിൻ്റെ ഒരു അടുത്ത പദ്ധതി. അതിനുപരി നമ്മളിപ്പോൾ കാസർഗോഡ് തന്നെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ ഇപ്പോൾ നമ്മൾ ബഡ്സ് മറ്റേ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടല്ലോ, അവർക്കുള്ള ഒരു സ്കൂള്, അത് അവരെ റിയാബ് ചെയ്യുന്നതിന് പകരം ആ വീട്ടുകാരെ നമ്മൾ റിയാബ് ചെയ്യുക. ആ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മളെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ആ വീട്ടുകാർ കുറച്ച് സമയത്തെങ്കിലും കുറച്ച് റിലീഫ് കിട്ടുമെന്നുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ തന്നെ വെച്ച് നമ്മളിപ്പോൾ ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ, ഇപ്പോൾ ന്യൂറോ റിഹാബ്, അതുപോലുള്ള ഒരുപാട് ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുള്ളത് മാസങ്ങളോളം ചെയ്യുമ്പോൾ അവർ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ CH സെൻ്റർ അവരെ ഏറ്റെടുക്കാനുള്ള പദ്ധതി ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദുബായ് KMCC ഞങ്ങളാക്കാൻ വേണ്ടി സഹായിക്കാം. അവർ തന്നെ ഉണ്ടാക്കിത്തരാം. അതിൻ്റെ സാധ്യതകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അവരത് പ്രഖ്യാപിക്കും. അവരത് പ്രഖ്യാപിച്ച് വേറെ മതസ്ഥർ നമ്മളാരും ഇല്ലാത്ത സദസ്സിൽ വെച്ച് പറയുന്നത് നമ്മൾ കേട്ട വ്യക്തിത്വമാണ്. അപ്പോൾ അതെല്ലാം കേൾക്കുന്നത് നമുക്ക് അഭിമാനമാണ്. അപ്പോൾ ആ KMCC ആണ് ഞങ്ങളുടെ ഒരു താങ്ങും കനലും ഞങ്ങളുടെ ബലവും. മാത്രമല്ല ഞാൻ KMCCക്കാരനാണ്, KMCCൻ്റെ അംഗമാണ്. അപ്പോൾ ദുബായ് KMCC ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഏത് കാലത്തും എപ്പോഴും എല്ലാ വർഷവും അവർ നമ്മൾക്കൊരു ഇത് തരുന്നുണ്ട്, പൈസ തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഫാർമസി ചെയിൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ കാസർഗോഡ് താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നമ്മൾ CH സെൻ്റർ ഫാർമസി ഉണ്ട്. അവിടെ 10% മുതൽ 30% വരെ ഡിസ്കൗണ്ട്. ഒരു ബലം എന്ന് പറയുന്നത് ഈ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ KMCCയും CH സെൻ്ററും ഒന്നിച്ചാണ് പ്രവർത്തിച്ചു പോകുന്നത്. രണ്ടിൻ്റെയും ഉദ്ദേശശുദ്ധി ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ KMCCയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ പല പ്രശ്നത്തിന് പരിഹാരം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ തന്നെ പറഞ്ഞു പോയത് അവിടെ KMCCക്കാരുണ്ട്, അവരുമായി ബന്ധപ്പെട്ടോൾ അവർ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് വരെ പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ്റെ പേരിലല്ലേ അപ്പോൾ വടച്ചു പറയുമ്പോൾ ഞാൻ നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദുബായ് KMCCക്കും അതുപോലെ ഉദ്യമമണ്ഡലം ദുബായ് KMCC സലമേപ്പാടി അടക്കമുള്ള അഡ്വക്കേറ്റ് കലീൽ അടക്കമുള്ള അനീഫ അടക്കമുള്ള എല്ലാ നേതാക്കന്മാർ മുമ്പിലുണ്ട്. എൻ്റെ പ്രിയപ്പെടുന്ന വളരെ ബഹുമാനിക്കുന്ന നമ്മളെ അത്തച്ച എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ ഉപദേഷ്ടാവും എന്നെ എപ്പോഴും ഉപദേശിക്കുകയും
എന്നെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുമ്പിലുണ്ട്, സ്റ്റേജിൽ വന്നില്ല. അപ്പോൾ എല്ലാവർക്കും CH സെൻ്ററിൻ്റെ എല്ലാവിധ നന്ദിയും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുമ്പോൾ മനസ്സിലാവുന്നു. ദുബൈ ഉൽമ മണ്ഡല കമ്മിറ്റി ഒരുക്കിയ മിഷൻ കൈമാറ്റ ചടങ്ങിൻ്റെ ഒരു സുന്ദരമായ വേദിയിലാണ് നാം നിൽക്കുന്നത്. അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് കാസർഗോഡ് സ്റ്റേറ്റ് സെൻ്റർ രണ്ടാമത്തെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഇന്നലെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് സുഹാബത്തങ്ങൾ നിർവഹിച്ചു. ഒരുപാട് വിശാല മനസ്കരുടെ സഹകരണവും സഹായം കൊണ്ട് കെട്ടിപ്പടുക്കാൻ സാധിച്ച കാസർഗോഡ് സ്റ്റേറ്റ് സെൻ്റർ ചെറിയ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിച്ചു. ചാരിറ്റി രംഗത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ദുബായ് KMCC, ഇതര GCCയിലെ KMCC ഒക്കെ സഹായം കൊണ്ടാണ് ഞങ്ങളുടെ ധൈര്യവും ഞങ്ങളുടെ പ്രതീക്ഷയും. നമ്മുടെ കൂടെ ഇരിക്കുന്ന KMCCയുടെ സ്ഥലം കരിയപ്പാടി നേരത്തെ ഖരീബ് ഉസ്താദും നമ്മുടെ ചെയർമാൻ ലത്തീഫ് പറഞ്ഞതുപോലെ അള്ളാഹു എന്തിനാണ് പ്രതിഫലം കൊടുക്കുന്നത്? ഇത് അലങ്കാരമായിട്ടല്ല ഞങ്ങൾ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അടിവരയിട്ട് നമ്മളെ മനസ്സിലാക്കി തന്ന സംഘടന നേതാക്കന്മാരാണ് KMCCയുടെ നേതാക്കന്മാർ. കാസർഗോഡ് സ്റ്റേറ്റ് സെൻ്ററിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിൽ ഒന്നാണ് ആദ്യമായി ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് കോലാഹലം? നമ്മുടെ കണ്ണുടൈകളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മുടെ കൈകളെ കോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം